ഈരാജുപേട്ട ടൗണാണ് ഈ കാണുന്നത് മുഴുവനായിട്ട്. സൂപ്പർ. ഗായ്സ്, തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നല്ല തണുപ്പാണ്. വിറച്ചിട്ട് വണ്ടി വരെ ഓടിക്കാൻ കഴിയുന്നില്ല. ഒറ്റ കാർ കിട്ടിയിരുന്നെങ്കിൽ കിട്ടുന്നില്ല. സിംഹവാലിനെ പോലത്തെ സാധനത്തിൽ കിട്ടണോ? ഇതാ രസം. ഞാൻ നല്ലൊരു ശരിയ പോലെ ഞാൻ ഒന്ന് പേട്ടക്ക് പോകുന്ന ഞാൻ ചങ്ങായി പുതിയ ചാനൽ തുടങ്ങി. എനിക്ക് പിന്നെ ഒരു ഇതെടുക്കാൻ വേണ്ടിട്ടാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ എത്തി. കേരള കർണാടക അതിർത്തിയായ കോട്ടുപുഴ. ഒരാവശ്യമില്ല. പാഞ്ഞൂർ പോയാൽ ഇപ്പൊ നല്ല രസം ഉണ്ടാവുന്നു. എപ്പാ പോയിന് എപ്പാ പോയിന് നേരത്തെ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ നമ്മളിപ്പോ കർണാടക ഫോറസ്റ്റിലേക്ക് കയറി മാക്കൂട്ടത്താറായി. നമ്മള് മാക്കൂട്ടെത്തി. മാക്കൂട്ടത്ത് കാക്കത്തോട് അമ്പലമാണ് കാണുന്നത്. മാക്കൂട്ടം പോലീസ് ചെക്ക് പോസ്റ്റാണ്. ഇതാണ് നമ്മുടെ അമ്പൂന്റെ പഴയ ഓഫീസ്. എടിപ്പാറ അമ്പലം. സിംഹവാലൻ ഒറ്റ കാർ കിട്ടിയിരുന്നെങ്കിൽ കിട്ടുന്നില്ല. സിംഹവാലിനെ പോലത്തെ സാധനത്തിൽ കിട്ടണോ? ഇതാ രസം. ബേക്കിൽ നേരം എടുത്തോ. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാടി കൂർഗേറ്റ് ഹോട്ടലിലാണ്. കൂർഗേറ്റ് ഹോട്ടൽ കോവിഡായിട്ട് അടച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അവർ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലവേഴ്സും മുറ്റമൊക്കെ ക്ലിയറാക്കി അവർ. അപ്പോൾ മറ്റന്നാൾ ഓപ്പണാണ്. നമ്മുടെ മലയാളീസിൻ്റെ ഹോട്ടലാണ്. നമ്മളിപ്പോൾ ചുരം കയറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തിയുള്ള ഹോട്ടലിൽ ഫസ്റ്റ് കിട്ടുന്ന ഹോട്ടൽ ഇതാണ്. ഇവിടെ ഇപ്പം റീസെറ്റ് ചെയ്ത് പഴയ കരകൗശല വസ്തുക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ മൺപാത്രങ്ങളും ഇവിടെ ഉണ്ട്.
അതുപോലെ നമ്മൾ വയനാടൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന കരകൗശല വസ്തുക്കളൊക്കെ ഇതിൻ്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻസ് തന്നെ ഉണ്ട്. അതുപോലെ കൂർഗ ഹണി, അതുപോലെ തന്നെ അതവിടെ തന്നെ നാടൻ തേനുകൾ. ആക്ഷൻ ആകുന്നില്ല. ആക്ഷൻ ക്യാമറ തിരിച്ച് ചങ്ങായി നീ ബൈക്ക് മൊബൈൽ കുലുങ്ങുന്നുണ്ടാ? നീ വീഡിയോ കണ്ടിട്ട് നീ എത്ര വീഡിയോ കണ്ടിപ്പോ? ഞാൻ ചോദിച്ചു ബൈക്ക് മറ്റേ ഒരു വേറൊരു പോളോ കാറാണ്. ആക്സസറീസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി. അലോയ് വീൽ, നമ്മളെ ഫ്രണ്ടാണ്. ചായ കുടിക്ക് ശേഷം നമ്മൾ വീണ്ടും വണ്ടി വിട്ടിരിക്കുന്നു. ബട്ടർ പൂത്തെടുക്കണം. പൂത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഇഷ്ടംപോലെ ഷാക്കറിന് ഓറഞ്ചാണ്. നമുക്ക് മൊസംബി വിരാജ്പേട്ട ടൗണിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. നെല്ല് പൂത്ത് നിൽക്കുന്നുണ്ട്. പൂത്ത് നിൽക്കുന്ന നെൽപ്പാടം. നമ്മുടെ വിരാജ്പേട്ട ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. എന്ത് ഇവിടെ സപ്ലൈ ഉണ്ടോ? ബസ് സ്റ്റാൻഡ് ഒറ്റ ബസ്സില്ലല്ലോ. ഫ്രൂട്ട്സ് ഇങ്ങോട്ടേക്കാ. ഇതിന്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് വിരാജ്പേട്ട. അങ്ങനെയൊക്കെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വിരാജ്പേട്ട ടൗണാണ് ഈ കാണുന്നത് മുഴുവനും. സൂപ്പർ. മഞ്ഞ ബിൽഡിങ്ങിന്റെ പുറകിൽ ചുമപ്പ്. ആ കാണുന്ന ഗ്രൗണ്ട് ഏതാ? വരുന്ന വഴി വരുന്ന വഴിയുണ്ട. അത് നമ്മൾ ഇരുട്ടിന്ന് വരുന്ന വഴി. ഇരുട്ടിന്ന് വരുന്നു. വഴികളെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒന്നും വിരിയുന്നില്ല. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഉണ്ട്. ഇനി മഞ്ഞ് വരുന്നതാണ്. കുറച്ച് മഞ്ഞ് കട്ടക്കട്ടക്ക് മഞ്ഞ്. മേലോട്ടില്ല. അല്ല ഇനി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാണണ്ടേ. മേലോട്ടില്ല. ഇനി ഇന്ത്യയിലെ പ്രേതങ്ങളെ കാണില്ല. ഈ അമേരിക്കയിലും ഇന്ത്യയിലെ പ്രേതങ്ങൾക്ക് സാരി എടുത്തിട്ട് വരുന്നുണ്ടോ? മഞ്ഞ് വരാനായിട്ടില്ല നമുക്ക് അങ്ങോട്ട്. അറ്റ്മോസ്ഫിയർ ഉണ്ട്. സംഗതി മറ്റേ കാറ്റിന് ഒഴുകി വരുന്ന സാധനം കാണുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഗായ്സ്. നന്ദിയിൽ പോലെ ആയില്ലേ?
നന്ദി ഹിൽസ് ഇതൊന്നല്ല മോനെ. അങ്ങനെ ഇവിടെ ബാംഗ്ലൂർ 280 കിലോമീറ്റർ ഓടിച്ചാലോ ഒരു 40 കിലോമീറ്റർ ഓടിന് ഇപ്പം ഇതന്നെ മോനെ നല്ല ഫോട്ടോഷൂട്ട് നടക്കാണ്. അത് വികലങ്കം നിൽക്കുന്ന പോലെ ഉണ്ട്. ഇതിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ് അടിക്കാൻ നിൽക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തണുപ്പുണ്ട്. സാജോ വിളിക്കുന്ന വിചാരിച്ചാൽ ഞാൻ എടുക്കാതെ കസ്റ്റമർക്ക് നമ്മളറിയുന്നില്ലല്ലോ. അവരോട് വിളിച്ചിട്ട് ഞാൻ തോന്നുന്നില്ല. ഇത് സൂപ്പറാ. സംഗതി കിട്ടിയില്ല. മഞ്ഞ് വന്നിട്ടില്ല. റേറ്റ് ഒന്നുമില്ല. നമ്മൾ ഫ്ലൈറ്റ് മഞ്ഞ് താഴെ കാണും. അതുപോലെ ഇങ്ങനെ വരും. കാറ്റടിക്കുമ്പോൾ ഒന്നും കാണില്ല. കാരണം ഈ മഞ്ഞില്ലാതെ കഴിഞ്ഞാൽ കോടയൊന്നും കാണൂല. പേര് മൊത്തം ഇത് മറിയും. അടുത്ത കാറ്റിനായി കഷ്ടം പിടിക്കുന്നവരുണ്ട്. നല്ല ഫുള്ള് കാറ്റാണ് സൈഡിൽ മഞ്ഞായിട്ടൊന്ന്. രാജപേട്ട ഹിൽ സ്റ്റേഷനിൽ നിന്നുള്ള വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അഡോർ. രാജപേട്ട മുഴുവൻ കത്തി നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റും. ഗായ്സ്, രാജപേട്ട ടോപ്പ് ഹിൽ സ്റ്റേഷന് ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.